വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് പോകാം. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെയും മന്ത്രിമാരുടെയും ഗുരുവായൂർ ക്ഷേത്ര ദർശനം അവധി ദിവസങ്ങളിൽ VIP ദർശനം പാടില്ലെന്ന വ്യവസ്ഥ അട്ടിമറിച്ച് ക്ഷേത്രനടയിൽ റീൽസ് ചിത്രീകരണം പാടില്ലെന്ന വ്യവസ്ഥയും കാറ്റിൽ പറത്തി കോൺഗ്രസ് നേതാക്കൾ. ഹൈബി ഈഡൻ MP ഉൾപ്പെടെയുള്ള പ്രമുഖർ ക്ഷേത്രനടയിൽ റീൽസ് ചിത്രീകരിച്ചു. ക്ഷേത്ര അഡ്മിനിസ്ട്രേറ്ററാണ് നിയമലംഘനങ്ങൾക്ക് കുടപിടിച്ചത്. സതീശന്റെ VIP ദർശനം കാരണം രാത്രി മുതൽ ക്യൂ നിന്ന നിരവധി ഭക്തർക്ക് ദർശനം നടത്താതെ മടങ്ങേണ്ടി വന്നു. വിഷയത്തിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ. സാനു കെ സജീവ് വിശദാംശങ്ങൾ നൽകാൻ തയ്യാറാണ്. സാനു, നേരത്തെ നമ്മൾ ഈ വിഷയം ഒരു ഘട്ടത്തിൽ ചർച്ച ചെയ്തതാണ്. വി.ഡി. സതീശന്റെ ഈ ക്ഷേത്ര ദർശനത്തെ തുടർന്ന് അവിടെ അനാവശ്യമായ ചില നാടകീയ രംഗങ്ങൾ ഉണ്ടാവുകയും സാധാരണക്കാരായിട്ടുള്ള ഭക്തർക്ക് ഉണ്ണിക്കണ്ണനെ കാണാതെ മടങ്ങേണ്ട സാഹചര്യവുമൊക്കെ ഉണ്ടായി. ഇപ്പോൾ അതിനപ്പുറത്തേക്ക് അവിടെ നിയമലംഘനങ്ങൾ കൂടി ആ ക്ഷേത്ര പരിസരത്ത് നടന്നു. അതിന് MP-മാരുൾപ്പെടെ നേതൃത്വം നൽകി എന്ന കാര്യങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണല്ലോ. സാനു, കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ട് സാധാരണ ഭക്തർക്ക് ഇന്ന് ക്യൂ നിൽക്കേണ്ടി വന്നു, അവർക്ക് ദർശനം ലഭിച്ചില്ല. അതോടൊപ്പം തന്നെ ഇപ്പോൾ അവിടെ നിയമലംഘനം നടന്നു എന്നതുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതായത് റീൽസും മറ്റും ക്ഷേത്രനടയിലോ അല്ലെങ്കിൽ പരിസരത്തോ ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിനകത്തോ പാടില്ല എന്നിരിക്കുകയാണോ ഹൈബീഡനൊക്കെ അവിടെ റീൽസും മറ്റും ചിത്രീകരിച്ചത്? ഗൗതം, ഗുരുതരമായിട്ടുള്ള വീഴ്ചകളാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്ന് സംഭവിച്ചിട്ടുള്ളത്. റവന്യൂ മന്ത്രിയുടെ മകന്റെ വിവാഹവുമായി ബന്ധപ്പെട്ടാണ് ഈ മന്ത്രിമാർ മൊത്തം ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി അടക്കമുള്ളവർ എത്തിയിരുന്നു. എന്തായാലും ഈ മുഖ്യമന്ത്രി എത്തുമ്പോൾ വലിയ നിയന്ത്രണം അവിടെ ഉണ്ടാകുന്നു. സാധാരണ എത്തിയ ഭക്തർക്ക് അവിടെ ദർശനം നടത്താനാവുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് ആദ്യ ഘട്ടത്തിൽ പുറത്തു വന്നതെങ്കിൽ ഇപ്പോൾ അതല്ല, അതിനപ്പുറം പല കാര്യങ്ങളും അവിടെ നടന്നിട്ടുണ്ട്. അവധി ദിവസങ്ങളിൽ VIP ദർശനം പാടില്ല എന്നുള്ളതാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ വ്യവസ്ഥ. ഇതെല്ലാം അട്ടിമറിച്ചുകൊണ്ട് ലംഘിച്ചുകൊണ്ടാണ് അവിടെ മുഖ്യമന്ത്രി വി.ഡി. സതീശനും അതേപോലെ തന്നെ മന്ത്രിമാരായിട്ടുള്ള ലിജുവും അതേപോലെ തന്നെ PC വിഷ്ണുനാഥ് അടക്കമുള്ളവർ അവിടെ ദർശനം നടത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഹൈബി ഈഡൻ MP ഉൾപ്പെടെയുള്ള പ്രമുഖർ ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് വീഡിയോ ചിത്രീകരിച്ചിരിക്കുകയാണ്, ചിത്രങ്ങൾ എടുത്തിരിക്കുകയാണ്. കാരണം ഹൈക്കോടതിയുടെ കൃത്യമായിട്ടുള്ള നിർദ്ദേശമുണ്ട്, അവിടെ നിന്ന് ചിത്രമെടുക്കരുത്, ക്ഷേത്ര കോമ്പൗണ്ടിനുള്ളിൽ പ്രവേശിച്ച് സ്വന്തം മൊബൈലിലോ അതേപോലെ തന്നെ സ്വകാര്യ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു കാരണവശാലും അവിടെ ചിത്രീകരണങ്ങൾ പാടില്ല എന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട്. ആ നിർദ്ദേശം ലംഘിച്ചുകൊണ്ടാണ് ഹൈബി ഈഡൻ അടക്കമുള്ളവർ അവിടെ നിന്ന് റീൽസുകൾ ചിത്രീകരിച്ചിരിക്കുന്നത്. അത് അവരുടെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിലെല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നിയമലംഘനത്തിന് കുടപിടിച്ചത് ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്ററാണ്. സാധാരണ നിലയിൽ ഈ മാധ്യമങ്ങളൊക്കെ അവിടേക്ക് പ്രവേശിക്കുമ്പോൾ വലിയ രീതിയിൽ കൊമ്പും കൊടലുമൊക്കെ എടുക്കുന്ന ആളാണ് ഈ ഒരു അഡ്മിനിസ്ട്രേറ്റർ. അദ്ദേഹം തന്നെയാണ് ഈ ഒരു നിയമലംഘനത്തിന് കുടപിടിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ വി.ഡി. സതീശൻ, മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ക്ഷേത്ര ദർശനത്തിന് മുന്നോടിയായിട്ട് വലിയ പോലീസ് ബന്ധവസ് അവിടെ ഒരുക്കിയിരുന്നു. ഈ വഴികളെല്ലാം, ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന വഴികളെല്ലാം തടഞ്ഞുകൊണ്ട് സുരക്ഷ ഒരുക്കി. അങ്ങനെ സുരക്ഷ ഒരുക്കിയത് കൊണ്ട് നിരവധി ഭക്തർക്ക് കൃത്യമായിട്ട് ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ സാധിക്കാതെ അവർ തിരികെ വീടുകളിലേക്ക് മടങ്ങുന്ന ഒരു സ്ഥിതിയും ഇന്ന് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ ക്ഷേത്രത്തിൽ നടന്നിട്ടുള്ള നിയമലംഘനങ്ങൾക്കെല്ലാം കുടപിടിച്ചിരിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രം ഭരണസമിതി തന്നെയാണ്. അവരാണ്, ആ ദേവസ്വം തന്നെയാണ് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ചട്ടവട്ടങ്ങളും അവിടെ ഒരുക്കിയിട്ടുള്ളത്. ജില്ലാ കളക്ടർ അടക്കം അവിടെ ഉള്ള സമയത്ത് ജില്ലാ പോലീസ് മേധാവിയും അതേപോലെ തന്നെ DIG അടക്കമുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് ഈ നിയമലംഘനങ്ങളെല്ലാം നടന്നിട്ടുള്ളത്. ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങളെല്ലാം നഗ്നമായി ലംഘിച്ചിരിക്കുകയാണ്. ഹൈക്കോടതിയുടെ നിർദ്ദേശം മറികടന്നുകൊണ്ട് ഹൈബി ഈഡൻ അടക്കമുള്ളവർ, ലിജു അടക്കമുള്ളവർ, PC വിഷ്ണുനാഥ് അടക്കമുള്ള മന്ത്രിമാർ ക്ഷേത്രത്തിനുള്ളിലും അതേപോലെ തന്നെ ക്ഷേത്ര കോമ്പൗണ്ടിൽ നിന്നും നിരവധി ചിത്രങ്ങളും റീൽസുകളുമാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. ഗൗതം, സാനു, ഇതിൽ ഈ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വിശദീകരണം ഈ ഘട്ടത്തിൽ നൽകുന്നുണ്ടോ? കാരണം ഇതൊരു വലിയ വിവാദ വിഷയമായി ഇതിനകം ചർച്ച ചെയ്യപ്പെടുകയാണ്. ഈ അവധി ദിവസങ്ങളിൽ VIP-കളെ കൊണ്ടുവരരുത് എന്ന ചട്ടലംഘനം അവിടെ ഉണ്ടായി, റീൽസ് ചിത്രീകരണം നടന്നിരിക്കുന്നു. ഇതിലെന്തെങ്കിലും വിശദീകരണം ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ടോ?
ഈ സംഭവം വലിയ വിവാദമായതിന് തൊട്ട് പിന്നാലെ ദേവസ്വം ഇപ്പോൾ അറിയിക്കുന്നത് ചില നിയന്ത്രണങ്ങൾ അവിടെ ഏർപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ്. അവർ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി എന്ന് പറയുന്നത് ഈ ജനറൽ ക്യൂ ഒഴിവാക്കിയിട്ടുള്ളത് അത് ഈ മുഖ്യമന്ത്രി എത്തുന്നതിന് തൊട്ട് മുൻപാണ് ഈ ജനറൽ ക്യൂ സംവിധാനം അവിടെ ഒഴിവാക്കിയത്. സാധാരണ നിലയിൽ VIP ദർശനമൊക്കെ അല്ലെങ്കിൽ സന്ദർശനമൊക്കെ ഉണ്ടാകുമ്പോൾ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാവാറുണ്ട്. ആ നിയന്ത്രണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഒരല്പസമയം ജനറൽ ക്യൂ അടക്കം ഒഴിവാക്കിയതെന്നാണ് ഗുരുവായൂർ ദേവസ്വം അവരുടെ ഒരു വിശദീകരണമായിട്ട് അല്പസമയം മുമ്പ് വാക്കാൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അങ്ങനെയല്ല അവിടെ സംഭവിച്ചിട്ടുള്ളത്. ഒരു മുഖ്യമന്ത്രി എത്തുമ്പോൾ തലേ ദിവസം ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനായിട്ട് സാധാരണ ജനങ്ങൾ അവിടെ ക്യൂ കോംപ്ലക്സുകളിലും അതേപോലെ തന്നെ അവിടെ മറ്റ് താമസ സൗകര്യം ലഭിക്കുന്ന എല്ലാ മേഖലകളിലും തമ്പടിച്ചിരുന്നു. അവർ രാവിലെ തന്നെ നിർമ്മാല്യ ദർശനത്തിനായിട്ട് ആ ക്ഷേത്രത്തിലേക്ക് എത്തിയ സമയത്താണ് അവർക്ക് VIP ദർശനം ഉണ്ട് എന്ന വാറോളെ കാണിച്ചുകൊണ്ട് അവർക്ക് ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം നിഷേധിക്കുന്ന നിലയിലേക്ക് പോലീസ് മാറിയത്. ഈ സമയത്ത് പല ഭക്തരും പ്രതിഷേധ സ്വരമുയർത്തിയപ്പോൾ തങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇവിടെ നിയന്ത്രണം ഭക്തരെ പ്രവേശിപ്പിക്കരുത് എന്നൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നതെന്നാണ് അത്തരത്തിൽ ഈ ഒരു ഭക്തർക്ക് നൽകിയ നിർദ്ദേശം. അങ്ങനെ മണിക്കൂറുകൾ പിന്നെയും അവർ അവിടെ കാത്തു നിന്നിട്ടും ആ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കാൻ സാധിക്കാതെ വന്നതോടെ നിരവധി ഭക്തർ മടങ്ങുന്നു. ഇതെല്ലാം വലിയ ചർച്ചയായതിന് തൊട്ടു പിന്നാലെയാണ് ചില നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. അത് നിയന്ത്രണങ്ങൾ വരുത്തിയത് ഏതാനും മണിക്കൂറുകൾ മാത്രമായിട്ടാണ് എന്നുള്ളൊരു നിർദ്ദേശവുമായിട്ട് അല്ലെങ്കിൽ എന്നൊരു വിശദീകരണവുമായിട്ട് ഗുരുവായൂർ ദേവസ്വം രംഗത്ത് വന്നിട്ടുള്ളത്. നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടുള്ളതാണ്. ഏതെങ്കിലും ഘട്ടത്തിലൊക്കെ ദർശനത്തിന് സൗകര്യം ലഭിക്കാതെ വരുന്ന ഭക്തർ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഉയർത്തിയാൽ അവരെ കയ്യേറ്റം ചെയ്യുന്ന അല്ലെ അവർക്കെതിരെ ഹൈക്കോടതിയുടെ നിയന്ത്രണമുണ്ട് ആ ഒരു ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവരെയൊക്കെ മർദ്ദിക്കുന്ന അല്ലെ അവരെയൊക്കെ തിരികെ വീടുകളിലേക്ക് വിടുന്ന അല്ലെങ്കിൽ പോലീസിനെ കൊണ്ട് നിർബന്ധപൂർവ്വം കേസെടുപ്പിക്കുന്ന കീഴ്വഴക്കം ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഭരണസമിതിയും ഗുരുവായൂർ ക്ഷേത്രമൊക്കെ മുൻകാലങ്ങളിലൊക്കെ അവലംബിച്ചിരുന്നതാണ്. ആ ഹൈക്കോടതിയുടെ എന്താണോ നിർദ്ദേശം ആ നിർദ്ദേശങ്ങളെല്ലാം ഹൈബിയുടെ എംപിയുടെ ഭാര്യയും അതേപോലെ തന്നെ മന്ത്രിമാരായിട്ടുള്ള എം ലിജുവും PC വിഷ്ണുനാഥും ലംഘിക്കുമ്പോൾ അതിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാനായിട്ട് സാധിക്കാതെ വ്യക്തമാണ് സാനു. എന്തായാലും MP മാരും മന്ത്രിമാരും ഒക്കെയാണ് ക്ഷേത്രത്തിന്റെ പരിസരത്ത് ക്ഷേത്ര കോമ്പൗണ്ടിനകത്ത് റീൽസ് ഉൾപ്പെടെ ചിത്രീകരിച്ച് ചട്ടലംഘനം നടത്തിയത്. മാത്രമല്ല മുഖ്യമന്ത്രി VIP ദർശനം നടത്തിയതിൻ്റെ ഭാഗമായി ഒരുപാട് ഭക്തർക്ക് ഭഗവാനെ കാണാതെ തിരിച്ചു മടങ്ങേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അങ്ങനെ വലിയ വിവാദമായി ഈ മുഖ്യമന്ത്രി VD സതീശൻ്റെ ഗുരുവായൂർ ക്ഷേത്ര ദർശനം മാറിയിരിക്കുകയാണ്. സാനു കെ സജീവാണ് വിശദാംശങ്ങൾ നൽകിയത്.